ആമയഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ കാണാതായ ജോയിക്കായുള്ള തിരച്ചിൽ 3-ാം ദിവസവും തുടരും. സ്കൂബ ഡൈവിംഗ് ടീമിനൊപ്പം നാവികസേനയും ഇന്ന് തിരച്ചിലിനിറങ്ങും. തടയണ നിർമ്മിച്ച് ഹിറ്റാച്ച് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് മാലിന്യം നീക്കിയാകും ഇന്നത്തെ തിരച്ചിൽ. രാഹുൽ ജിനാഥ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ അവിടെ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, 3 ദിവസത്തിലേക്ക് അടുക്കുന്നു. വലിയ ബുദ്ധിമുട്ടേറിയ ഒരു തിരച്ചിൽ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നമ്മൾ കാണുന്നുണ്ട്. ഈ നാവികസേന അതിൻ്റെ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള മുങ്ങൽ വിദഗ്ധരാണ് ഇന്നെത്തുന്നത്. വളരെ ദുഷ്കരമായിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ രക്ഷാദൗത്യം നടത്തിയ സംഘമാണ്. എത്ര പേർ ഇന്നത്തെ ഈ നാവിക സംഘത്തിൽ ഉണ്ട്? എങ്ങനെയായിരിക്കും ഇന്നത്തെ ഇവരുടെ തിരച്ചിൽ? നിലവിൽ ഫയർഫോഴ്സും സ്കൂബ ഡൈവിംഗ് ടീം അംഗങ്ങളും നൽകി. അതിനുശേഷമാണ് ഇവിടെ എത്തി കൃത്യമായി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നാവികസേന പ്രാഥമികമായി വിലയിരുത്തിയത്. അതിനുശേഷമാണ് ഇന്ന് 6:30 മുതൽ സ്കൂബ ഡൈവിംഗ് ടീമിനൊപ്പം ഈ ഫയർഫോഴ്സും ഒപ്പം നാവികസേനയും ഇറങ്ങി പ്രവർത്തനങ്ങൾ നടത്താൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന തരത്തിൽ ആമയഴഞ്ചാൻ തോടിന്റെ ഭാഗങ്ങൾ, അതായത് അവർക്ക് പരിശോധിക്കാൻ കഴിയാതിരുന്ന ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ തന്നെയായിരിക്കും ഏറ്റവും പ്രധാനമായും അവർ ശ്രമിക്കുക. കാരണം 30 മീറ്റർ മാത്രം പോകാൻ കഴിഞ്ഞിരുന്ന സ്ഥലങ്ങളുണ്ട്. മാലിന്യം വലിയ ഭിത്തിയായി, വലിയ പ്രതിസന്ധിയായി നിന്ന സ്ഥലങ്ങളുണ്ട്. അവിടുത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതിനുവേണ്ടി തന്നെയാകും അവർ ആദ്യം ശ്രമിക്കുക. അതായത് 1-ാം പ്ലാറ്റ്ഫോം മുതൽ 5-ാം പ്ലാറ്റ്ഫോം വരെയുള്ള പരിസരങ്ങളിൽ ഇത്തരത്തിൽ ജോയി കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നത് കൃത്യമായി പരിശോധിക്കുക തന്നെയാകും ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതിൽ ചെന്നെത്താൻ കഴിയാത്ത ഇടങ്ങളിലേക്ക് മാലിന്യം നീക്കം ചെയ്തുകൊണ്ട് ഹിറ്റാച്ച് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് മാലിന്യം നീക്കം ചെയ്തുകൊണ്ട് ഹിറ്റാച്ച് ഉൾപ്പെടെയുള്ള മെഷീനുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇത് ചെയ്യാൻ ശ്രമിക്കുക. അത്തരത്തിൽ പൂർണ്ണമായി ഇവിടം പരിശോധിക്കാനുള്ള ശ്രമമാണ് നടത്തുക. അതിന് നാവികസേന വൈദഗ്ധ്യം ഉപയോഗിക്കുകയും ചെയ്യും. നിലവിൽ നമ്മൾ ഈ കാണുന്ന ആമയഴഞ്ചാൻ തോടിന്റെ തുടക്ക ഭാഗമാണ്. ഇവിടെയാണ് അപകടം സംഭവിച്ചത്. അവിടെ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ശുചീകരണ പരിപാടികൾ നടത്തി കഴിഞ്ഞു. ഇപ്പോൾ നല്ല മഴയുണ്ട്. മഴ ഒരു പരിധിവരെ പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും 6:30 മണിക്ക് സ്കൂബ ഡൈവിംഗ് ടീമിനൊപ്പം നാവികസേനയും ചേരുമെന്നുള്ളത് തന്നെയാണ് നമ്മോട് ഇന്നലെ മേയർ അറിയിച്ചത്. 6:30 മണിയോടുകൂടി രക്ഷാപ്രവർത്തനം ആരംഭിക്കും. രാഹുൽ, ഇതിപ്പോ ഇന്നലെയും രാത്രിയോടെ നല്ല മഴയുണ്ടായിരുന്നു. അതും രക്ഷാപ്രവർത്തനത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്കൂബ ടീം അംഗങ്ങളൊക്കെ എത്രമാത്രം പണിപ്പെട്ടാണ് ആ മാലിന്യം വകഞ്ഞു മാറ്റിയൊക്കെ ജോയിയെ കണ്ടെത്താനുള്ള തിരച്ചിൽ നടത്തിയതെന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഈ മഴ കൂടി കനക്കുന്നതോടെ രാഹുൽ സൂചിപ്പിച്ച പോലെ തന്നെ കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്നത് കൊണ്ട് ഇന്നത്തെ രക്ഷാദൗത്യത്തിൽ എത്രമാത്രം പ്രതീക്ഷകളുണ്ട്? ഈ പ്ലാറ്റ്ഫോം 1-ലേക്ക് ഒരുപക്ഷെ ആ ഭാഗത്തേക്കുള്ള തോടിന്റെ ആ ഭാഗത്തേക്ക് ജോയി ഒഴുകിപ്പോകാനുള്ള സാധ്യത പരിശോധിച്ചുകൊണ്ട് ആ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തി. പിന്നെ 1 മുതൽ 3 വരെ പ്ലാറ്റ്ഫോമിന്റെ ഈ ട്രാക്കിനടിയിലൊക്കെ തിരച്ചിൽ നടത്തിയിരുന്നു. ഇനിയിപ്പോൾ 4-5 പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്ത് ആ ടണലിലേക്ക് ഇറങ്ങിയുള്ള പരിശോധന, നിർണായകമായിട്ടുള്ള പരിശോധന, അതാണോ ഇന്ന് നടക്കുക രാഹുൽ? ഇന്നലെ ഏറ്റവും ഒടുവിൽ നടത്തിയത് പ്ലാറ്റ്ഫോം 5-ന് സമീപത്തുള്ള യാർഡിലുള്ള ടണലിലാണ് ഏറ്റവും ഒടുവിൽ പരിശോധന നടത്തിയത്. അവിടെ നിന്നാണ് വെള്ളം വലിയ രീതിയിൽ പമ്പ് ചെയ്തുകൊണ്ട് ഈ ഒഴുക്ക് എത്തരത്തിലാണ് എന്നുള്ളത് അത് നിർണ്ണയിച്ച് കുടുങ്ങിക്കിടക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏറ്റവും പുറത്തേക്ക്, അതായത് പവർ ഹൗസ് റോഡിൻ്റെ ഭാഗത്തേക്ക് പുറത്തേക്ക് വരുത്താൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു തിരച്ചിൽ പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ആ രക്ഷാപ്രവർത്തന നടപടിയാണ് ഇന്നലെ അവർ പിന്തുടർന്നത്. എന്നാൽ ഈ പറയുന്ന മാലിന്യത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് പോകാൻ കഴിയുന്നത്ര ശക്തിയിൽ വെള്ളം പമ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനം നിർത്തിവെക്കുകയാണ് ചെയ്തത്. നിലവിൽ ഇന്നത്തെ പ്രവർത്തനം വെള്ളം കെട്ടി നിർത്തിക്കൊണ്ട് വലിയ ശക്തിയിൽ മാലിന്യം നിൽക്കുന്ന ഭാഗത്തേക്ക് പമ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ മഴയുള്ളത് ഒരു പക്ഷേ സഹായകമായേക്കാം. പക്ഷേ ഇന്ന് നാവികസേന ഉൾപ്പെടെയുള്ളവർ പിന്തുടരാൻ പോകുന്ന പ്രവർത്തന രീതി എന്താണ് എന്നുള്ളത് വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ മഴ പ്രതികൂലമായി ബാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രാഥമികമായി പറയാനുള്ളത്. എന്തായാലും നിലവിൽ 1 മുതൽ 5 വരെയുള്ള പ്ലാറ്റ്ഫോമുകൾക്കിടയിലുള്ള ടണലുകളും മാൻഹോളുകളും പരിശോധിക്കാൻ കഴിയുന്നത്ര പരിശോധിച്ചു എന്നാണ് NDRF ടീം അംഗങ്ങളും സ്കൂബ ഡൈവിംഗ് ടീം അംഗങ്ങളും നമ്മളെ അറിയിച്ചത്. എങ്കിലും ഈ പറയുന്ന ചെന്നെത്താൻ കഴിയാത്തിടങ്ങളുണ്ട്, അതവർ സമ്മതിക്കുന്നുമുണ്ട്. കാരണം ചില മാൻഹോളുകളിൽ, ചില ടണലുകളിലേക്ക് 30 മീറ്ററിനപ്പുറത്തേക്ക് പോകാൻ കഴിയാത്തൊരു സ്ഥിതിയായിരുന്നു.
ആ സ്ഥലങ്ങളിലായിരിക്കും ഇനി പരിശോധന നടത്തുക. ആ സ്ഥലങ്ങളിൽ മാലിന്യത്തിൻ്റെ വലിയ ഭിത്തിയുണ്ട്. മാലിന്യം കൂമ്പാരമായി കിടക്കുകയാണ്. വെള്ളം വറ്റിക്കഴിഞ്ഞാലുള്ള പ്രശ്നം മാലിന്യം താഴേക്കിറങ്ങും. അപ്പോൾ ഒരു ഘട്ടത്തിലും അകത്തേക്ക് കയറാൻ കഴിയാത്ത സ്ഥിതിയിലേക്കെത്തും. അതുകൊണ്ട് വെള്ളം ഇരിക്കുക എന്നുള്ളത് ഇന്നലെ അവർ പറഞ്ഞത് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ അത് വലിയ പ്രതിസന്ധിയാകുമെന്നാണ് പറഞ്ഞത്. നിലവിൽ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിലവിൽ ഇന്ന് നാവികസേന ഉൾപ്പെടെയുള്ളവർ എന്ത് നയമാണോ സ്വീകരിക്കുന്നത് അതനുസരിച്ചാകും ഈ സാഹചര്യങ്ങളെല്ലാം അതിനൊപ്പം നിൽക്കുക. ആ സാഹചര്യങ്ങൾ എന്താണെന്നുള്ളത് അവരുടെ പദ്ധതി എന്താണ് എന്ന് നാവികസേനയും സ്കൂബ ഡൈവിംഗ് ടീമും ഇന്ന് എന്ത് നയം അവലംബിക്കുന്നോ അതനുസരിച്ചാകും രാഹുൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മാലിന്യം അത് പാറ പോലെ ഉറച്ചു നിൽക്കുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ ഫയർഫോഴ്സ് ടീം അംഗങ്ങളും സ്കൂബ ടീം അംഗങ്ങളും ഒക്കെ ചേർന്ന് അതിനെ വകഞ്ഞു മാറ്റി ജോയെ കണ്ടെത്താനുള്ള അതീവ ദുഷ്കരമായിട്ടുള്ള പ്രയത്നത്തിൽ ഏർപ്പെട്ടത്. പക്ഷെ യാതൊരു ഫലവും അതിൽ ഉണ്ടായില്ല. ഏറ്റവും നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ്. പിന്നെ ഈ റോബോട്ടിക് ക്യാമറ ഉപയോഗിച്ച് ഒരുപക്ഷെ അത് ജോയുടെ ദൃശ്യങ്ങളാണ് എന്നുള്ള തോന്നൽ ഉണ്ടായെങ്കിലും പിന്നീട് അത് മാലിന്യ കൂനയാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് ഇപ്പോൾ നേവി സംഘം കൂടി എത്തുന്നത്. അപ്പോൾ ഇന്നത്തെ തിരച്ചിലിൽ എത്രത്തോളം ഈ രക്ഷാദൗത്യം വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഇന്നലെ ഇപ്പോൾ മേയർ പറഞ്ഞിരുന്നു ഈ തടയണ നിർമ്മിച്ച് ഒരുപക്ഷെ ഈ മാലിന്യം അവിടെ തടഞ്ഞു നിർത്തി അത് പുറത്തെത്തിക്കാനുള്ള ശ്രമം നടത്തിയാൽ, ഈ കനത്ത മഴയായതുകൊണ്ടാണ് ഇന്നലെ അത് നടത്താതിരുന്നത്, കാരണം വെള്ളം മറ്റു ഭാഗങ്ങളിലേക്ക് കയറാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ട്. അപ്പോൾ ഇന്ന് തടയണ കെട്ടി ഈ ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള സാങ്കേതികത ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മാലിന്യ നീക്കം അതിന് തന്നെയായിരിക്കും ഇന്നത്തെ ഒരു ദിനം ഒരു മുൻതൂക്കം നൽകുകയല്ലേ രാഹുൽ? മൊയ്ബാൻ, ഇന്നലെ അവർ പറഞ്ഞ കൃത്യമായ ആസൂത്രണത്തോടെ അവർ പറഞ്ഞ ഏറ്റവും ഒടുവിലത്തെ കാര്യമാണ് തടയണ നിർമ്മിച്ചുകൊണ്ട് ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് മാലിന്യം നീക്കം ചെയ്യുമെന്നുള്ളത്. കൃത്യമായി അതിനു മുമ്പ് തന്നെ മഴയുണ്ടാകുന്നു. വെള്ളം പമ്പ് ചെയ്തപ്പോൾ അങ്ങനെയാണ് ഈ പദ്ധതി ഉപയോഗിച്ചത്. എന്നാൽ ചെയ്യാനിരുന്ന കാര്യം എന്ന തരത്തിലാണ് നാവികസേനയോട് ഈ പദ്ധതി സ്കൂബ ഡൈവിംഗ് ടീം ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. കാരണം അവർ അടുത്ത് ചെയ്യാനിരുന്ന പദ്ധതി ഇതാണ് എന്നുള്ള തരത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് എത്രമാത്രം പ്രായോഗികമാണെന്ന് നാവികസേനയുമായി ചേർന്നുള്ള ചർച്ചയിലാകും തീരുമാനമാകുക. എന്നാൽ നിലവിൽ ഇന്നലെ മുതൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന സ്കൂബ ഡൈവിംഗ് ടീം ആകട്ടെ, ഫയർഫോഴ്സ് ആകട്ടെ, NDRF ആകട്ടെ, അവരുടെ മുന്നിലുണ്ടായിരുന്ന ഒരു വഴി എന്ന് പറയുന്നത് അത് തടയണ നിർമ്മിച്ചുകൊണ്ട് മാലിന്യം നീക്കം ചെയ്തുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി പരിശോധിക്കുക എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും ഒടുവിൽ ഇന്നലെ വെള്ളം പമ്പ് ചെയ്ത് ഈ മാലിന്യം ഫ്ലഷ് ചെയ്ത് പുറത്തേക്ക് കളയാനുള്ള ശ്രമം അത് പൂർണ്ണമായി വിജയിച്ചില്ല. ആ ഘട്ടത്തിലാണ് നിർത്തിയത്. തിരച്ചിൽ താൽക്കാലികമായി നിർത്തിയത് ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടി. പിന്നീടാണ് മഴയുണ്ടായത്. അപ്പോൾ അതും പ്രതികൂല സാഹചര്യമായി വന്നിട്ടുണ്ട്. എന്തായാലും ഇന്ന് 6:30 എന്ത് നയമാണ് ഇവർ സ്വീകരിക്കുന്നത്, അതിന് ഏതൊക്കെ